കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഇന്ന് നടത്തുന്ന ക്രിസ്മസ് ആഘോഷ പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥി. ഡൽഹിയിലെ CBCI ആസ്ഥാനത്ത് വൈകിട്ട് 6 മണിയോടെ എത്തുന്ന മോദി ക്രിസ്മസ് സന്ദേശവും കൈമാറിയാണ് മടങ്ങുക. CBCI അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് പരിപാടികൾക്ക് നേതൃത്വം നൽകും. വിശദാംശങ്ങൾ അനൂപ് ദാസ് നൽകും. അനൂപ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോവുക? ഈ 6 മണിക്കാണോ ചടങ്ങ് ആരംഭിക്കുക? സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയാണോ? അതുപോലെ തന്നെ ആഘോഷത്തിന്റെ ഒരുക്കങ്ങളും പൂർത്തിയാണോ അനൂപ്? ഇവിടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാണ്. ഒരുക്കങ്ങളെന്ന് പറയുമ്പോൾ കാര്യമായും ഈ ക്രിസ്മസിന് മുന്നോടിയായി പുൽക്കൂടൊരുക്കലും ഒപ്പം ക്രിസ്മസ് ട്രീ വെക്കലും എല്ലാം ഈ ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ തൊട്ടടുത്തുള്ള സേക്രഡ് ഹാർട്ട് പള്ളിയിലൊക്കെ പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ ഇവിടെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളില്ല. എന്നാൽ പരിപാടി കൃത്യമായി നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരികയും പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാന മന്ദിരത്തിലാണ്. ഈ ആസ്ഥാന മന്ദിരത്തിൻ്റെ സമീപത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന് സ്വാഗതം മോദിക്കൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ ഈ ആസ്ഥാന മന്ദിരത്തിൻ്റെ 2 ഭാഗത്തും ഉണ്ട്. പ്രധാനപ്പെട്ട കർദിനാൾ ഓസ്വാർഡ് ഗേഷ്യസ് ഉൾപ്പെടെയുള്ള ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉൾപ്പെടെയുള്ള ചിത്രങ്ങളെല്ലാം ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഗേറ്റ് കടന്ന് അപ്പുറം പോകാൻ ഇപ്പോൾ ആളുകൾക്ക് അനുമതിയില്ല. അകത്ത് നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റുന്നത് പരിശോധിച്ച ശേഷം മാത്രം അകത്തേക്ക് കടത്തിവിടാനുള്ള സംവിധാനങ്ങളാണ്. നമ്മളിപ്പോൾ ഈ ഇടതുഭാഗത്ത് കാണുന്ന തത്സമയം ഇടതുഭാഗത്ത് കാണുന്ന ആ കെട്ടിയുണ്ടാക്കിയ പന്തലിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങ് നടത്തുക. വൈകിട്ട് 6 മണിയോടുകൂടി പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തും. 6:30 പരിപാടികൾ സജീവമായി ആരംഭിക്കുക എന്നാണ് വിവരം. ഒരു ക്രിസ്മസ് സന്ദേശം കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആളുകൾക്ക് ഇവിടെ വെച്ച് നൽകും. ചടങ്ങുകൾക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് നേതൃത്വം നൽകും. ആർച്ച് ബിഷപ്പ് ജോർജ് ആന്റോണിസാമി, ഒപ്പം തന്നെ ബിഷപ്പ് ജോസഫ് മാർ തോമസ്, ആർച്ച് ബിഷപ്പ് അനിൽ കുട്ടോ, കർദിനാൾ ഓസ്വാർഡ് ഗേഷ്യസ് തുടങ്ങി പ്രധാനപ്പെട്ട ആളുകളുടെ എല്ലാം ചിത്രം ഇവിടെ പതിച്ചിട്ടുണ്ട്. ഈ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇവിടെ പരിപാടിക്ക് എത്തിച്ചേരുന്നുണ്ട്. രാജ്യത്താകമാനം ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ വലിയ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും ഒപ്പം തന്നെ ഉത്തർപ്രദേശിലും എല്ലാം ഇന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ചില കത്തെല്ലാം ഈ ബിഷപ്പ് കൗൺസിലിന് അയക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഇത്രയും പ്രശ്നങ്ങൾ നിൽക്കുന്ന സമയത്ത് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടക്കുമ്പോൾ ഈ വിഷയങ്ങൾ കൂടി ഉന്നയിക്കണം എന്നതാണ് ആവശ്യം. എന്തായാലും ഇന്ന് വൈകിട്ട് പ്രധാനമന്ത്രി ഇവിടെ എത്തി ബിഷപ്പുമാരുമായെല്ലാം കൂടിക്കാഴ്ച കൂടി ഉണ്ടാകും എന്ന് കരുതുന്നു. അങ്ങനെ സമുദായവുമായി ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കാനുള്ള ഒരു ശ്രമമാണ് BJPയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയം. അങ്ങനെയാണ് അനൂപ് ദാസ് വിലയിരുത്തുന്നത്. ഏതായാലും ഇന്ന് 6 മണിക്കാണ് പ്രധാനമന്ത്രി ഈ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തുക. അതിന്റെ ഒരുക്കങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതൊക്കെ പൂർത്തിയായി എന്നാണ് അനൂപ് പങ്കുവയ്ക്കുന്നത്.